ഹായ് ഡിയർ ചിൽഡ്രൻ, മറ്റൊരു പ്രധാനപ്പെട്ട ചാപ്റ്ററുമായിട്ട് വന്നിരിക്കുകയാണ്. ജോമെട്രിയാണ്, ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ കുറച്ചും കൂടി കോൺസെപ്റ്റ് ലെവലൊക്കെ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. ഓൾജിബ്ര പോലെ അത്ര ഈസി അല്ല കേട്ടോ. ഓക്കെ, നമുക്ക് പഠിക്കാം. വന്നിട്ട് എല്ലാ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം. ഏകദേശം 32 ക്വസ്റ്റ്യൻസ് ഉണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ബോർഡ് എക്സാമിനേഷൻ. നിങ്ങൾക്ക് അതൊക്കെ അറിയാം, ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണല്ലേ. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചാപ്റ്ററുകളിലൊന്നാണ് ട്രയാങ്കിൾസ്. കുറേ തിയറംസ് ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു അല്ലേ. നമുക്കതൊക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബോർഡിലുണ്ട് ഫിഗർ. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യനും ഫിഗർ ഉണ്ടാവും, ഈ ജോമെട്രി അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ഇൻ ദ അഡ്ജോയിനിങ് ഫിഗർ പി ക്യൂ പാരലൽ ടു എക്സ് വൈ പാരലൽ ടു ബി സി, ബോർഡിലുണ്ട് എ പി ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ, പി എക്സ് ഈക്വൽ ടു 1.5 സെൻറ്റിമീറ്റർ ആൻഡ് ബി എക്സ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. ഇഫ് ക്യൂ വൈ ഈക്വൽ ടു 0.75 സെൻറ്റിമീറ്റർ ദെൻ എ ക്യൂ പ്ലസ് സി വൈ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫിഗർ വളരെ വ്യക്തമായിട്ട് നോക്കാം. ആ ഫിഗറിൽ നമുക്ക് പഠിച്ചൊരു തിയറം ഉണ്ടായിരുന്നല്ലോ. ഇവിടെ പി എക്സ് ബൈ പി കണ്ടോ, നിങ്ങളെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ടോ? എ പി എ കറക്റ്റാണ്, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. എ പി എക്സ് ബി ഒരു സൈഡ് വരും, എ ക്യൂ വൈ സി. ഇവിടെ നമുക്ക് പി എക്സ് ബൈ ക്യൂ വൈ, പി എക്സ് ബൈ ക്യൂ വൈ കാണുന്നുണ്ടല്ലോ, ഫിഗറിൽ കാണുന്നുണ്ടല്ലോ അല്ലേ. പി എക്സ് ബൈ ക്യൂ വൈ എന്ന് പറഞ്ഞാൽ 1.5 ബൈ 0.75 അല്ലേ. 1.5 നമുക്ക് തന്നിട്ടുണ്ട്. രണ്ട് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് നമുക്ക് അത് 2/1 എന്നും പറയാം. അപ്പോൾ പി എക്സ് ബൈ ക്യൂ വൈ ഒരു 1.5 ബൈ 0.75 ആണ്. ഫ്രാക്ഷൻ കളഞ്ഞാൽ മതി. 1.5ൻ്റെ 1.5നെ 0.75 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 2/1 ആണ്. 2 ടൈംസ് ആണല്ലോ, 2/1 വരും. അപ്പോൾ ക്യൂ വൈ ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ പി എക്സ് ബൈ ക്യൂ വൈ 2 ആണ്, അല്ലെങ്കിൽ പി എക്സ് ബൈ 2 ക്യൂ വൈ എന്നും പറയും. പി എക്സ് ബൈ 2 ക്യൂ വൈ എന്നും നമുക്ക് പറയാം. സിമിലർലി എ ക്യൂ ബൈ എ പി. സിമിലർലി ഫിഗറിൽ നിങ്ങൾ നോക്കിയേ, എ ക്യൂ ഡിവൈഡഡ് ബൈ എ പി, that is 1/2. എ ക്യൂ ഡിവൈഡഡ് ബൈ എ പി is equal to 1/2. അപ്പോൾ എ ക്യൂ ഈസ് ഈക്വൽ ടു എ പി ബൈ 2. ഫിഗറിൽ അത് വളരെ കറക്റ്റാണ്. ഫിഗർ നോക്കണം കേട്ടോ. എ പി ബൈ 2 ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു എ പി നമുക്ക് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2/2 ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ എ ക്യൂ. അപ്പോൾ എ ക്യൂ ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര 1 സെൻറ്റിമീറ്റർ. ഇനി സി വൈ ഈക്വൽ ടു ബി എക്സ് ബൈ 2 ആണ്. കാരണം സി വൈ ബൈ ബി എക്സ് 1/2 ആണ്. അപ്പോൾ ബി എക്സ് എത്ര തന്നെയാണ്? ബി എക്സ് 4 ആണ്. 4/2 ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. 2 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എ ക്യൂ പ്ലസ് സി വൈ ആണ് ചോദിച്ചത്. എ ക്യൂ പ്ലസ് സി വൈ. എ ക്യൂ എത്ര? 1 അല്ലേ. 1 + 2 ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. 3 സെൻറ്റിമീറ്റർ ഈസ് ദി ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നല്ലപോലെ ഒന്ന് വായിച്ചു നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യനിൽ ഗിവൺ ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ. ആംഗിൾ എ 30 ഡിഗ്രി ആണ്, ആംഗിൾ ക്യൂ 90 ഡിഗ്രി ആണ്. ദെൻ ദി വാല്യൂ ഓഫ് angle R plus angle B is. So here given that triangle ABC and triangle PQ are similar, since triangle ABC is similar to triangle PQR, since triangle ABC similar to triangle PQR, നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ആംഗിൾ എയും ആംഗിൾ പിയും ഈക്വൽ ആണ്. ആംഗിൾ എയും ആംഗിൾ പിയും ഈക്വൽ ആണ്.
സിമിലർ ആയതുകൊണ്ടാണല്ലോ സിമിലർ എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതേപോലെ ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും സെയിം ആണ്, 90 ഡിഗ്രി ആണ്, സിമിലർ ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതുകൊണ്ടാണ്. സോ ആംഗിൾ സി ഈക്വൽ ടു എന്തായിരിക്കും? ആംഗിൾ ആർ ആയിരിക്കും അല്ലെ? മൂന്ന് ആംഗിൾസും കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ സെയിം. ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ആർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 90 മൈനസ് 30 എത്ര വരും? 60 ഡിഗ്രി എന്ന് വരും. ദാറ്റ് ഈസ് 60 ഡിഗ്രി. ഇത് നമ്മൾ ചോദിച്ചത് ആംഗിൾ ആർ പ്ലസ് ആംഗിൾ ബി ആണ്. ആംഗിൾ ആർ പ്ലസ് ആംഗിൾ ബി, ആംഗിൾ ആർ പ്ലസ് ആംഗിൾ ബി രണ്ട് ആംഗിളോടെ കിടപ്പുണ്ടല്ലോ. ആംഗിൾ ആർ ഇതാണ് 60 ആണ്, 60 ആണ്, പ്ലസ് ആംഗിൾ ബി 90 ആണ്, ദാറ്റ് ഈസ് 150 ഡിഗ്രി. 150 ഡിഗ്രി ഇസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഫിഗർ നോക്കാം. ഇൻ ദ ഗിവൺ ഫിഗർ, if m and n are points on the sides OP and OS respectively of triangle OPS such that mn parallel to PS, proportionality theorem ഇവിടെ ഉപയോഗിക്കാം അല്ലേ? മെഷർമെന്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. സിൻസ് mn parallel to PS, സിൻസ് mn parallel to PS എന്ന് പറഞ്ഞിട്ടുണ്ട്. therefore OP by MP, proportionality theorem എന്താ പറയുന്നത്? OP by MP is equal to എന്തായിരിക്കും? OS by NS, ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അല്ലെ? പഠിച്ചിട്ടുണ്ട് അല്ലെ? യൂസിങ് BP, ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. ഇനി OP ഡിവൈഡ് ബൈ തന്നിരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. OP ഡിവൈഡ് ബൈ MP തന്നിട്ടുണ്ട്, എത്രയാണ്? 8.5 ആണ്. അതേപോലെ OS തന്നിട്ടുണ്ട്, OS എത്രയാണ്? 4.8 പ്ലസ് 6 അല്ലേ? 10.8 ഡിവൈഡഡ് ബൈ NS എത്രയാണ് ഇരിക്കുന്നത്? NS 6 ആണ്, NS is 6 ആണ്. OP ആണ് ചോദിച്ചത്. therefore OP is equal to 10.8 into 8.5 by 6 ആണ്. cross multiply 10.8 into by 6 ആണ്, that is OP equal to എത്ര വരും? മൾട്ടിപ്ലൈ 15. that is 15.3 സെന്റിമീറ്റർ. 15.3 സെന്റിമീറ്റർ. ഞാനത് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 15.3 സെന്റിമീറ്റർ ഈസ് ദി ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അസർഷൻ എ ബി സി ഡി ഈസ് എ ട്രിപ്പീസിയം with DC parallel to AB, EFR points on AD and BC respectively such that EF parallel to AB ആണ്, AE by then AE by ED equal to BF by FC. ഇവിടെ ABC ട്രിപ്പീസിയം ആണ്, DC parallel to AB ആണെന്ന് പറയുന്നുണ്ട്. E and F are points. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ട്രിപ്പീസിയം നമുക്ക് നോക്കാം. ഒരു റഫ് ഫിഗർ ആണ്. ഇവിടെ ABCD അല്ലേ? ABCD. ഓക്കെ, ABCD ഇങ്ങനെ അത് വരയ്ക്കാം. പിന്നെ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണത്? ഇയും എഫും, E and F are points on AD. E and F are points on AD and BC respectively such that EF parallel to AB. EF. അപ്പോൾ ഇവിടെ ഇങ്ങനെ എടുക്കാം നമുക്ക്. ഇത് E ആണെന്ന് വിചാരിക്കാം, ഇത് EF parallel to AB. നമുക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യാം. AC എവിടെ വരും? ഇത് AC ആണല്ലോ. ഓക്കെ, ഇനി ഫിഗർ നോക്കൂ നിങ്ങൾ. E and F are points on AD BC respectively such that EF parallel to AB പറഞ്ഞിട്ടുണ്ട്. കൺസ്ട്രക്ട് നമുക്ക് ഈ ലൈൻ നോക്കുന്നു, AC കൺസ്ട്രക്ട് ചെയ്യാം. L lies on, നമുക്ക് ഇത് മീറ്റ് ചെയ്യുന്നത് ഇത് നമുക്ക് L ആണെന്ന് വിചാരിക്കാം. ലെറ്റ് us suppose this is L. ഇനി വീണ്ടും ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ട്രയാങ്കിൾ, കൺസിഡർ ട്രയാങ്കിൾ ACD. കൺസിഡർ ട്രയാങ്കിൾ ACD. കൺസിഡർ ട്രയാങ്കിൾ ACD. കൺസിഡർ ട്രയാങ്കിൾ ACD. EL, EL, EL
പാരലൽ ടു ഡി സി. EL പാരലൽ ടു ഡി സി. ദിസ് ഈസ് EL പാരലൽ ടു ഡി സി. ഫിഗറിൽ അങ്ങനെയാണ്. ഇനി AE ബൈ ED ഈക്വൽ ടു AE ബൈ ED, അത് പാരലാണല്ലോ. AE ബൈ ED ഈസ് ഈക്വൽ ടു AL ബൈ LC. AL ബൈ LC. AE ബൈ ED ഈക്വൽ ടു AL ബൈ LC. അത് ബേസിക് പ്രൊപ്പോർഷൻ, ബേസിക് BPD. AL ബൈ LC. ഓക്കെ. ഇൻ ട്രയാങ്കിൾ ABC, കൺസിഡർ ട്രയാങ്കിൾ ABC. Consider triangle ABC. Consider triangle ABC. FL parallel to AB. FL parallel to AB. FL parallel to AB. ശരിയല്ലേ? FL parallel to AB. Therefore, AL by LC is equal to BF by BPD. Therefore, AL by LC. Therefore, AL by LC. Figure നോക്കൂ. Therefore, AL by LC is equal to BF by FC. AL by LC is equal to BF by, അതും ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം തന്നെയാണ്. നമുക്ക് അപ്പോൾ രണ്ട്, ഇതൊരു ഇക്വേഷൻ ആണ്, ഇത് 1, ഇത് 2. ഫ്രം 1 and 2. ഫ്രം 1 and 2 രണ്ടും AL by LC ആണ്. ഫ്രം 1 and 2 നമുക്ക് എന്ത് പറയാം? AE by ED. ഫ്രം 1 and 2 AE by ED ഈക്വൽ ടു BF by FC. From 1 and 2 AE by ED equal to BF by FC. അപ്പോൾ AE by ED equal to BF by FC, അത് കറക്റ്റ് ആണ്. റീസൺ, എനി ലൈൻ പാരലൽ ടു പാരലൽ സൈഡ്സ് ഓഫ് എ ട്രപ്പീസിയം ഡിവൈഡ്സ് ദ നോൺ പാരലൽ സൈഡ്സ്. അതും കറക്റ്റാണ്. പക്ഷെ അത് ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ഇത് കറക്റ്റാണ്. ഇപ്പൊ നമ്മളിത് പ്രൂവ് ചെയ്തതാണ് ഇവിടെ. അപ്പൊ ഇത് അസർഷൻ കറക്റ്റ് ആണ്. അതേപോലെ റീസണും കറക്റ്റ് തന്നെയാണ്, ഫണ്ടമെന്റൽ തിയറമാണ്. പക്ഷെ ഇത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. സോ ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കൂ. ഇൻ ട്രയാങ്കിൾ ABC, DE പാരലൽ ടു BC ആസ് ഷോൺ ഇൻ ദ ഫിഗർ AD ഈക്വൽ ടു 2 സെന്റിമീറ്റർ എല്ലാം തന്നിട്ടുണ്ട്. ദെൻ ദി ലെങ്ത് ഓഫ് DE ഇൻ സെന്റിമീറ്റർ. അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ ADE, ആ ചെറിയ ട്രയാങ്കിൾ ADയും ആൻഡ് ABC. അപ്പോൾ AD ബൈ AB എന്തായിരിക്കും? AD by AB from the figure AD by AB is equal to DE by, from the figure AD by AB is equal to DE by BC. DE by BC ശരിയല്ലേ? AD by AB is equal to DE by BC. DE by BC ഇതാണ് വരുന്നത്. അപ്പോൾ ഡി നമുക്ക് എത്ര നേക്കുന്നത്? AD 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ 2/5. AD that is 2/5. നമുക്ക് അത് വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം. ദിസ് സിംപ്ലൈസ് തന്നിരിക്കുന്നതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. AD by AB ഈക്വൽ ടു AD by AB DE by BC. ഫിഗർ നോക്കാം കേട്ടോ. അപ്പോൾ 2/5 DE by BC 7.5 ആണ്. AB എന്ന് പറയുമ്പോൾ AD 2 അല്ലേ, BD 3 ആണ്.
അപ്പോൾ ഇവിടെ AD 2 ആണ്, ഇത് 3 വരും. അപ്പോൾ AB 2 + 3 5 വരും. അപ്പോൾ this implies DE ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 × 7.5 by 5. 2 × 7.5 by 5 എന്ന് വരും. So the answer is 3 centimeter. ഇത് 15 അല്ലേ? 15 by 5 equal to 3 centimeter. Option 2 is the answer. Option 2 is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In the given figure, in triangle ABC, DE parallel to BC, AD 2.4 centimeter, DB 4 centimeter and AE 2 centimeter, then the length of AC is, the length of AC is, figure അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അപ്ലൈ ചെയ്യുമ്പോൾ AD by DB, AD by DB ഈക്വൽ ടു എന്തായിരിക്കും? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം AE by EC. AC ആണ് ചോദിച്ചിരുന്നത്. AC ആണ് ഈ ലെങ്ത്. AC ആണ് ചോദിച്ചിരിക്കുന്നത്. AC ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ അറിയാവുന്നതൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. AD എത്രയാണെന്നിരിക്കുന്നത്? ദിസ് ഇംപ്ലൈസ് 2.4 by DB. DB യുടെ 4 ആണ്. AE 2 ആണ്. ഡിവൈഡഡ് ബൈ EC. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2.4 EC equal to 2 × 4. EC equal to 8 by 2.4. EC is equal to 8 by 2.4. So this is equal to 8 by 2.4. How much? 8 by 2.4. That is equal to 10 by 3. Simplify here. 10 by 3. 10 by 3 വരും. 10 by 3. Okay. EC equal to 10 by 3. AC is equal to AE plus EC ആണ്. AE plus EC ആണ്. AE that is given to 2 plus 10 by 3. 2 plus 10 by 3 വരും. 2 plus 10 by 3. That is equal to LCM 6 plus 10 by 3, that is 16 by 3 centimeter. 16 by 3. Option 3 is the answer. 16 by 3 centimeter is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് വായിക്കാം. In the figure, DE parallel to BC and all measurements are given in centimeters. The length of AE is, this is the question. In triangle C, okay, triangle ABC, basic proportionality theorem ഉപയോഗിക്കാം. In triangle we have DE parallel to BC. DE parallel to BC പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ AD by BD. AD by BD. AD by BD. AD by BD is equal to AE by C എന്ന് നമുക്ക് പറയാം. ലെങ്ത് ഓഫ് AE ആണ് ചോദിച്ചത്. എല്ലാ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ 3 by 4 is equal to AD എത്രയാണ്? 3 equal to AE by C is 3. C is 3. Basic proportionality theorem. Okay. അപ്പോൾ ലെങ്ത് ഓഫ് AE ക്രോസ് ചെയ്യാൻ AE is equal to 3 × 3 by 4, 9 by 4. 9 by 4 is equal to 2.25 centimeter. 2.25 centimeter. This is the answer. This is the answer.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In triangle ABC, if triangle ABC is similar to triangle PQR with angle around 32, angle R 65, then the measure of angle B is. Since, അപ്പോൾ ഇവിടെ നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? സിൻസ് ട്രയാങ്കിൾ എ ബി സി ഈസ് സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ, അപ്പോൾ ആംഗിൾ എയും ആംഗിൾ പിയും ഈക്വൽ ആവും സിമിലർ ആയതുകൊണ്ട്. ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും ഈക്വൽ ആവും സിമിലർ ട്രയാങ്കിൾ ആയതുകൊണ്ട്. സിമിലർലി ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ആർ ഈക്വൽ ടു 65 ഡിഗ്രി. ദിസ് ഈസ് 32 ഡിഗ്രി. ആംഗിൾ ബി, ആംഗിൾ ക്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ദാറ്റ് ഈസ് 180 ആണ്. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ആണ്. അപ്പോൾ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ബി ഈസ് ഈക്വൽ ടു, അപ്പോൾ 32 പ്ലസ് 65 അല്ലേ, 180 minus 32 plus 65. Angle B is equal to 180 minus that is equal to how much? Angle B is equal to 83 degree. 180 minus 32 plus 65, that is 97. Angle B is equal to 83 degree. Angle B is equal to 83 degree. So this is the answer. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In the given figure DE parallel to BC, if AD equal to 2 units, DB equal to AE equal to 3 units and EC x units, then the value of x. ഇവിടെ നമുക്ക് എന്താണ് ഉപയോഗിക്കാം? BPT ഉപയോഗിക്കാം. ഇവിടെ DE പാരലൽ ടു BC ആണ്, AD 2 യൂണിറ്റ്സ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. DBയും AEയും ഈക്വൽ ആണ്, 3 യൂണിറ്റ്സ് ആണ്. അപ്പോൾ AD by DB ഫ്രം ദ ഫിഗർ, AD by DB ഈക്വൽ ടു ഫ്രം ദി ഫിഗർ AD by DB is equal to AE by EC. AE by EC. AD എത്ര? 2. DB എത്ര? 3. AE 3 by x. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 9/2, ദറ്റ് ഈസ് 4.5. 9/2 ഓപ്ഷൻ ഡയറക്റ്റ് ആയിട്ട് കിടപ്പുണ്ട്. സോ ദറ്റ് ഈസ് ദ ആൻസർ. 9/2 ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഗിവൺ ഫിഗർ എ ബി പാരലൽ ടു പി ക്യു ഇഫ് എ ബി 6 സെന്റിമീറ്റർ, പി ക്യു 2 സെന്റിമീറ്റർ ആൻഡ് ഒ ബി 3 സെന്റിമീറ്റർ, ദെൻ ദ ലെങ്ത് ഓഫ് ഒ പി ഈസ്. ഒ പി ആണ് ചോദിച്ചത്. ഇവിടെയും നമുക്ക് ഫിഗർ നോക്കിയേ. ട്രയാങ്കിൾ ഒ പി ക്യു, കൺസിഡർ ട്രയാങ്കിൾ ഒ പി ക്യു ആൻഡ് ഒ ബി എ. കൺസിഡർ ട്രയാങ്കിൾ ഒ പി ക്യു ആൻഡ് ഒ ബി എ. ട്രയാങ്കിൾ ഒ പി ക്യു ആൻഡ് ട്രയാങ്കിൾ ഒ ബി എ. ഒ പി ക്യു ഇതാണ്, ഇതാണ് ഒ പി ക്യു ആൻഡ് ട്രയാങ്കിൾ ഒ ബി എ. ആ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇവിടെ എ ബി പാരലൽ ടു പി ക്യു ആണെന്ന് തന്നിട്ടുണ്ട്. സിൻസ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല, എ ബി പാരലൽ ടു പി ക്യു ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുപയോഗിക്കാം? ഫിഗർ ഉപയോഗിക്കാം. അപ്പോൾ ഒ പി ബൈ ഒ ബി ഇസ് ഈക്വൽ ടു, ഫിഗർ നോക്കൂ, ഒ പി ബൈ ഒ ബി ഫിഗറിൽ പി ക്യു ബൈ ബി ആണ്. ഫിഗർ നോക്കാം നിങ്ങൾ. ഫിഗറിൽ ഒ പി ബൈ ഒ ബി ഇസ് ഈക്വൽ ടു പി ക്യു ബൈ ബി ആണ്. അപ്പോൾ ദറ്റ് ഈസ് ഈക്വൽ ടു ഒ ക്യു ബൈ ഒ എ, അങ്ങനെയും പറയാം. ഒ ക്യു ബൈ ഒ എ. ഫ്രം ദ ഫിഗർ ഒ പി ബൈ ഒ ബി ഇസ് ഈക്വൽ ടു പി ക്യു ബൈ ബി എ ഇസ് ഈക്വൽ ടു ഒ ക്യു ബൈ ഒ എ എന്ന് പറയാം. അപ്പോൾ ഒ പി ഡിവൈഡഡ് ബൈ ഒ ബി തന്നിട്ടുണ്ട്, ഒ പി ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു, ദറ്റ് ഈസ് 3 ഈസ് ഈക്വൽ ടു എത്ര വരും? മറ്റേത് പിന്നെ പി ക്യു 2 ആണ്, 2 ബൈ
എ ബി 6 ആണ്, ബി എ 6 ആണ്, 6 വരും. അപ്പോൾ ഒ പി ഈക്വൽ ടു 1 വരും. 3 6 2 ടൈംസ് 2 കട്ടായി പോയി. ഒ പി ഇസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ. ഒ പി ആണ് ചോദിച്ചുള്ളത്. ഒ പി ഇസ് 1 സെന്റിമീറ്റർ. ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. ഒ പി തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയണം നോക്കിയേ, നന്നായിട്ട് വായിച്ചു ഒന്ന്. ഇൻ ദ ഗിവൺ ഫിഗർ ഡി ഇ പാരലൽ ടു ബി സി ദെൻ ദ വാല്യൂ ഓഫ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ ആയപ്പോൾ വന്നിരിക്കുന്നത്. ബേസിക് പ്രപ്പോർഷനാലിറ്റി തീർന്ന് തന്നെ ഉപയോഗിക്കുക. ഡി ഇ പാരലൽ ടു ബി സി ആണ്. ഡി ഇ പാരലൽ ടു ബി സി. അപ്പൊ എ ഡി ബൈ എ ബി സി ഈക്വൽ ടു എ ഡി ബൈ എ ബി ഈക്വൽ ടു എ ഇ ബൈ എ സി ആണ്. എല്ലാ വാല്യൂസും പറയും. എ ഡി 2 ആണ്. 2 ബൈ എ ബി എന്ന് പറയുമ്പോൾ 5 വരും. എ ഇ ഇവിടെ നമുക്ക് എ ഇ അതേപോലെ ഒരു റിസൾട്ട് കൂടി പറയാമല്ലോ. ഡി ബൈ ബി സി എന്നും പറയും. ഡി ബൈ ബി സി എന്നും കൂടി പറയാം. ഡി ബൈ ബി സി. ഡി 4 ആണ് അല്ലേ. അപ്പോൾ 4 ബൈ എക്സ് വരും. 4 ബൈ എക്സ് വരും. Therefore, x is equal to how much? X is equal to 4 into 5 by 2, 10 വരും. 10 is the answer. 2 4 2 times. 2 into 5, 10 times. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ട്രയാങ്കിൾ എ ബി സി പി ക്യു പാരലൽ ടു ബി സി ആണ്. പി ബി 6, എ പി 4 ആണ്, എ ക്യു 8 ആണ്. ഫൈൻഡ് ദ ലെങ്ത്. ഇതുപോലെ തന്നെ സെയിം മെത്തേഡ് തന്നെ കേട്ടോ. തേർഡ് സീറോ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് പി ക്യു പാരലൽ ടു ബി സി അല്ലേ. സിൻസ് പി ക്യു പാരലൽ ടു ബി സി എ പി ബൈ പി ബി is equal to എ പി ബൈ പി ബി. എ പി ബൈ പി ബി ഈക്വൽ ടു എ ക്യു ബൈ ക്യു സി. എ ക്യു ബൈ അപ്പൊ എ പി എത്രയാണ്? 4 അല്ലേ. ബൈ പി ബി 6 ആണ്. എ ക്യു 8 ബൈ ക്യു സി ആണ്. അപ്പൊ ക്യു സി എന്ന് പറയുമ്പോൾ 8 into 6 by 4 12 വരും. ക്യു സി 12 ആണ്. ക്യു സി 12 ആണ്. നമുക്ക് എ സി ആണ് ചോദിച്ചത്. എ സി ഈക്വൽ ടു എ ക്യു പ്ലസ് ക്യു സി ആണ്. എ ക്യു 8 പ്ലസ് 12 20 ആണ്. 20 is the answer. 20 is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാം ഒരേ പോലത്തെ ക്വസ്റ്റ്യൻ ആണല്ലേ. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പുതിയതായിട്ടും ചോദിക്കാനില്ല. ഇതൊക്കെ പഠിച്ചാൽ തീർച്ചയായിട്ടും കിട്ടും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഗിവൺ ഫിഗർ പി ക്യു പാരലൽ ടു എ സി ആണ്. ബി പി 4 ആണ്. എ പി 2.4 ആണ്. ബി ക്യു 5 സെന്റിമീറ്റർ ആണ്. ദെൻ ദ ലെങ്ത് ഓഫ് ബി സി ആണ് ചോദിച്ചത്. ഇതൊക്കെ അതുപോലെ തന്നെ. ഇവിടെ പി ക്യു പാരലൽ ടു എ സി ആണെന്ന് പറയുന്നത്. പി ക്യു പാരലൽ ടു എ സി എന്നാണ് പറയുന്നത്. പി ക്യു പാരലൽ ടു എ സി. അപ്പോൾ ആ റേഷ്യോ ഒന്ന് എഴുതിയേ. ബി ക്യു ബൈ ക്യു സി ഈക്വൽ ടു ബി ക്യു ബൈ വാല്യൂസ് അറിയാവുന്ന സൈഡ്സ് എടുത്തോളൂ കേട്ടോ. ബി ക്യു ബൈ ക്യു സി ഈക്വൽ ടു ബി പി ബൈ എ പി. ബി പി ബൈ എ പി. അപ്പോൾ ബി ക്യു 5 ആണ്. 5 ആണ്. ബൈ ക്യു സി തന്നിട്ടില്ല. ക്യു സി ക്യു സി എത്രയാണ്? ക്യു സി തന്നിട്ടില്ല നമുക്ക്. ക്യു സി. ഇനി ബി പി തന്നിട്ടുണ്ട് അല്ലേ. ബി പി എത്രയാണ്? ബി പി 4 ആണ്. എ പി 2.4 ആണ്. 2.4 ആണ്. അപ്പൊ ക്യു സി കിട്ടും. ക്യു സി ക്രോസ് മൾട്ടിപ്ലൈ സമയത്ത് ക്യു സി is equal to ക്യു സി 5 into 2.4 by 4 3. ക്യു സി 3 വരും. 5 into 2.4 by 4. ഓക്കെ, ചോദിച്ചാണ് ബി സി ആണ്. ബി സി ആണ് ചോദിച്ചാണ്. ബി സി അവിടെ സി ക്യു പ്ലസ് ക്യു ബി ആണ്. ബി ക്യു തന്നിട്ടുണ്ട് അല്ലെ. സി ക്യു ഇപ്പൊ നമുക്ക് ക്യു സി നമുക്ക് കിട്ടി. അപ്പോൾ 3 + 5 ഈക്വൽ ടു
8 ആണ്, 8 സെന്റിമീറ്റർ. 8 സെന്റിമീറ്റർ ഈസ് ദി ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതും ഇതുപോലെ തന്നെ വളരെ ഈസിയാണ്. ഫിഗർ നോക്കാം. ഇവിടെ പി ക്യു പാരലൽ ടു എ ബി ആണ്. ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്താണ് പറഞ്ഞത്? സി പി ബൈ പി എ. സി പി ബൈ പി എ അതൊക്കെ കണ്ടുപിടിക്കേണ്ട സൈഡായിട്ട് കണക്ട് ചെയ്യണം. സി പി ബൈ പി എ ഇസ് ഈക്വൽ ടു സി ക്യു ബൈ ക്യു ബി. സി ക്യു ബൈ ക്യു ബി. സി പി എക്സ് പ്ലസ് 3 ആണ് ബൈ പി എ 3x പ്ലസ് 19 ആണ്. സി ക്യു എക്സ് ആണ്. ക്യൂ ബി 3x പ്ലസ് 4 ആണ്. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സ് പ്ലസ് 3 ഇൻറ്റു 3x പ്ലസ് 4 ഈക്വൽ ടു എക്സ് ഇൻറ്റു 3x പ്ലസ് 19. അത് സിംപ്ലിഫൈ ചെയ്താൽ മതി. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്കിത് എക്സ് ഇൻറ്റു 3x സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് 4x പ്ലസ് 9x പ്ലസ് 12 ഈക്വൽ ടു 3x സ്ക്വയർ പ്ലസ് 19x എഴുതാം. 3x സ്ക്വയർ ഡയറക്റ്റ് ആയിട്ട് കട്ടായി പോയി. 13x പ്ലസ് 12 19x എഴുതാം. 12 ഈക്വൽ ടു 19x മൈനസ് 13x. 6x is equal to 12. X is equal to 2. Option 1 is the answer. X is equal to 2. Option 1 is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Triangle ABC and triangle PQ are similar triangles. Angle A31, angle R16 and angle Q. അപ്പോൾ ആംഗിൾ പി ആ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ അല്ലേ? അപ്പൊ ആംഗിൾ പിയും ആംഗിൾ എയും ഈക്വൽ ആവും. അത് 31 ഡിഗ്രി ആണ്. വേറെ എന്താ പറഞ്ഞത്? ആംഗിൾ ക്യൂ ആംഗിൾ ആർ 69 ആണ്. ആംഗിൾ ആർ 69 ആണ് ആംഗിൾ ആർ തന്നിരിക്കുന്നത്. ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു 180 മൈനസ് പി പ്ലസ് ക്യൂ ആണ് എന്ന് പറഞ്ഞാൽ 31 പ്ലസ് 69 ആണ്. That is 180 minus 100 വരും. That is 80 degree. 80 degree is the answer. 80 degree is the answer. സിമ്പിൾ ആണ്. ഒരുപാട് പ്രാവശ്യം ചോദിക്കുന്ന കേട്ടോ അത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In figure DE parallel to BC, if AD by DB equal to 3/2 and AE 2.7, then EC is equal to ആണ് ചോദിച്ചത്. ഇവിടെ നമുക്ക് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം തന്നെ ഉപയോഗിക്കാം. DE parallel to BC ആണ്. അപ്പൊ AD by DB എന്തായിരിക്കും? AD by DB is equal to AE by C. ഇതാണ് ഫിഗറിൽ നമുക്ക് കിട്ടുന്നത് ബേസിക് പ്രൊപ്പോർഷൻ. അപ്പൊ 3/2. AD എത്രയാണ്? AD by DB 3/2 ആണ്. AE 2.7 by C അല്ലെങ്കിൽ EC. അപ്പോൾ നമുക്ക് EC or CE ഈക്വൽ ടു 2.7 into 2/3 ആണ്. 2.7 into 2/3 ആണ്. That is 5.4/3. 5.4/3 എന്ന് എഴുതാം. That is equal to how much? 1.8. 1.8 സെന്റിമീറ്റർ. 1.8 ആണ് ആൻസർ ആയിട്ട് വരും. 1.8. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത് ഇഫ് ഇൻ ടു ട്രയാങ്കിൾസ്, അതേപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യണം അല്ലേ? രണ്ട് സിമിലർ ആണ്. ആംഗിൾ ഡിയും ആംഗിൾ ക്യൂവും തുല്യമാണ്. ആംഗിൾ ആർ ഈക്വൽ ടു ഇ ആണ്. then which of the following is not true ആണ് കേട്ടോ. നോട്ട് ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് ട്രൂ. അപ്പോൾ ഇത്തിരി കൺഫ്യൂഷൻ ആണ്. നോട്ട് ട്രൂ ആണ്. ഇവിടെ ഇപ്പോൾ ആംഗിൾ ഡിയും ആംഗിൾ ക്യൂവും തുല്യമാണ് എന്ന് പറയുന്നുണ്ട്. ആംഗിൾ ആറും
ആംഗിൾ ഇയും ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ട്രയാങ്കിൾ ഡി എഫ് രണ്ട് ആംഗിൾ തുല്യമാണല്ലോ. therefore നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ ഡി എഫ് സിമിലർ ടു ട്രയാങ്കിൾ ക്യു ആർ പി. ട്രയാങ്കിൾ ഡി ഇ എഫ് സിമിലർ ടു ട്രയാങ്കിൾ ക്യു ആർ പി. അങ്ങനെ വരുമ്പോൾ ഡി ബൈ ക്യു ആർ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇ എഫ് ബൈ ആർ പി. ഒരു റേഷ്യോ കൂടി വരുമല്ലോ, ഈക്വൽ ടു ഡി എഫ് ബൈ ക്യു പി. ഇതാണ് പറയുന്നത്. അപ്പോൾ റീസൺ എന്താ? ഇഫ് ട്രയാങ്കിൾസ് ആർ സിമിലർ ദെൻ ദ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ. അപ്പോൾ ഇവിടെ ഡി ബൈ ഇതെല്ലാം ഈക്വൽ ആണ്. അപ്പോൾ ഡി ഓപ്ഷൻ 4 നോക്കിയേ, ദറ്റ് ഈസ് നോട്ട് ട്രൂ. ഡി ബൈ പി ക്യു ആണ് വേണ്ടത്, ഡി ബൈ ക്യു ആർ ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 4 ഈസ് നോട്ട് ട്രൂ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ 4 നോട്ട് ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ദിസ് ഇസ് ദി ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മെഷർമെന്റ് ഓഫ് ട്രയാങ്കിൾ എൽ എം എൻ ആൻഡ് ട്രയാങ്കിൾ എ ബി സി ആർ ഷോൺ ഇൻ ദ ഫിഗർ ഗിവൺ ബിലോ. ദ ലെങ്ത് ഓഫ് ദ സൈഡ് എ സി ഈസ് ഈക്വൽ ടു. എ സി ആണ് ചോദിച്ചത്. ഇവിടെ നമുക്ക് ആദ്യം ട്രയാങ്കിൾ എൽ എം എൻ എടുക്കാം. ആംഗിൾ എൽ പ്ലസ് ആംഗിൾ എം പ്ലസ് ആംഗിൾ എൻ ദാറ്റ് ഈസ് 180 ഡിഗ്രി ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അതിൽ ആംഗിൾ എമ്മും ആംഗിൾ എന്നും നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആംഗിൾ എൽ പ്ലസ് ആംഗിൾ എം 130 ആണ്, പ്ലസ് ആംഗിൾ എൽ 28 ഈസ് ഈക്വൽ ടു 180 ആണ്. അപ്പോൾ ആംഗിൾ എൽ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ആംഗിൾ എൽ എത്ര കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് ദിസ് പ്ലസ് ദിസ്, 130 പ്ലസ് 20 ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൗ മച്ച്? ദാറ്റ് ഈസ് ഈക്വൽ ടു 22 ഡിഗ്രി. ആംഗിൾ എൽ ഈസ് ഈക്വൽ ടു 22 ഡിഗ്രി. ഇനി ഇൻ ട്രയാങ്കിൾ എൽ എം എൻ ആൻഡ് ട്രയാങ്കിൾ എ ബി സി ആംഗിൾ എൽ ഈക്വൽ ടു, രണ്ട് സിമിലർ അല്ലേ, ഷോൺ ഇൻ ദ ഫിഗർ വിത്ത് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ബി സി. അപ്പോൾ 130 22 ഇവിടെ 130 22 ഇവിടെ നമുക്ക് എത്ര കിട്ടി? 28 ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും ആംഗിൾസ് എല്ലാം ഈക്വൽ ആണ്. അപ്പോൾ ഇൻ ട്രയാങ്കിൾ എൽ എം എൻ ആൻഡ് ട്രയാങ്കിൾ എ ബി സി ആംഗിൾ എൽ ഈക്വൽ ടു ആംഗിൾ എ ആണ്. ശരിയല്ലേ? ആംഗിൾ എൽ ഈസ് ഈക്വൽ ടു ആംഗിൾ എ. ഇത് എത്ര വരും? ഇത് എടുക്കുന്ന സമയത്ത് ഇവിടെ 22 എന്ന് വരും. ഓക്കെ, ഇത് 130, ഇത് 28 എന്ന് വരും. 28 എന്ന് വരും. ആംഗിൾ എൽ ഈസ് ഈക്വൽ ടു ആംഗിൾ എയിനോട് ഈക്വൽ ആണ്. അതേപോലെ തന്നെയാണ് ആംഗിൾ എം ആംഗിൾ ബി, ആംഗിൾ എമ്മും ആംഗിൾ ബിയും. ഇപ്പം എൽ എമ്മിനും ട്രയാംഗിൾ എ ബി സിയും സിമിലർ ആണ്. എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ വെച്ചാൽ അത് എന്താണ്? ഫിഗർ നോക്കാം. എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ അനുസരിച്ച് അത് സിമിലർ ആണ്. ദെയർഫോർ നമുക്ക് എന്ത് പറയാം? അപ്പോൾ എൽ എം ബൈ എ ബി ഈക്വൽ ടു എൽ എം ബൈ എ ബി. ഫിഗർ നോക്കൂ. എൽ എം ബൈ എ ബി ഈസ് ഈക്വൽ ടു എൽ എൻ ബൈ എ സി. ഫിഗർ നോക്കാം കേട്ടോ. ദിസ് ഇംപ്ലൈസ് എൽ എം എത്രയാണ് വന്നിട്ടുള്ളത്? 45 ആണ്. ദിസ് ഇംപ്ലൈസ് 45 ബൈ എ ബി എത്രയാണ്? 5 ആണ്, ഈക്വൽ ടു എൽ എൻ എത്രയാണ്? 72 ആണ്. എ സി കണ്ടുപിടിക്കണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം എ സി. ദെയർഫോർ എ സി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 72 into 5 divided by 45. 72 into 5 by 45.
സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എത്ര വരും? 8 സെൻറ്റിമീറ്റർ. 8 സെൻറ്റിമീറ്റർ എന്ന് വരും. 8 സെൻറ്റിമീറ്റർ. 5 ഇതിൽ 9 times 9 72 8 times 8 സെൻറ്റിമീറ്റർ ഈസ് ദി ആൻസർ. നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഫിഗർ നോക്കാം. പ്രോബ്ലം ഒന്ന് വായിക്കാം. ഇൻ ദ ഗിവൺ ഫിഗർ in triangle ABC AD perpendicular to BC, angle BAC is equal to 90 degree. If BC equal to 16 centimeter and DC equal to 4 centimeter, then the value of x എല്ലാം ക്ലിയർ ആയിട്ടുള്ള മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ എ ബി സി, കൺസിഡർ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ഡി എ സി. കൺസിഡർ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ ഡി എ സി. എ ബി സി and DAC. Consider triangle ABC. This is ABC. This is DAC. Angle BAC is equal to angle ADC. Angle BAC equal to angle ADC. That is 90 degree ആണ്. ഫിഗറിൽ അത് വളരെ വ്യക്തമാണ്. ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ സി. ആ രണ്ടാംഗിളും തുല്യമാണ്. ഒരു സംശയമില്ല, ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ ഡി എസ് സിയും സിമിലർ ആണ്. ഏതാണ്? എ ഈ രണ്ടാംഗിൾ തുല്യമായി. എ ക്രൈറ്റീരിയൻ, രണ്ടാംഗിളും അത് സിമിലർ ആണ്. അപ്പോൾ ബി സി ബൈ എ സി ഈക്വൽ, എ ബി സിയും ഡി എ സിയും സിമിലർ ആണെന്ന് നമുക്ക് കിട്ടി ബൈ എ ക്രൈറ്റീരിയൻ. അപ്പോൾ ബി സി ബൈ എ സി ഈക്വൽ ടു, അതുകൊണ്ട് ബി സി ബൈ എ സി കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ? സിമിലർ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ബി സി ബൈ എ സി ഈക്വൽ ടു എ സി ബൈ ഡി സി. എ സി ബൈ ഡി സി. ബി സി 16 ആണ്. ബി സി 16 ആണ്. ഇനി എ സി എക്സ് ആണ്. ഓക്കെ, ഈക്വൽ ടു എക്സ് ബൈ ഡി സി 4 ആണ്. ക്രോസ് ചെയ്യാം. x square equal to 16 into 4, 64. X is equal to 8. 8 is the answer. X is equal to 8. 8 is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In triangles ABC and DF, angle B equal to angle E, angle F equal to angle C, AB equal to 3 times DE, then the two triangles are. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ കൺസിഡർ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ ഡി എഫ് ആണ് തന്നേക്കുന്നത്. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഇ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഗിവൺ. ആംഗിൾ എഫ് ഈക്വൽ ടു ആംഗിൾ സി, ദാറ്റ് ഈസ് ഓൾസോ ഗിവൺ. അപ്പോൾ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ എ ക്രൈറ്റീരിയൻ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് പറയാം? അത് സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയാം. പക്ഷെ കോൺഗ്രുവൻ്റ് അല്ല. കോൺഗ്രുവൻ്റ് ഈ സൈഡ്സ് എല്ലാം ഈക്വൽ ആവണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. അപ്പോൾ സിമിലർ ട്രയാങ്കിൾസ് ആണ് ബൈ എ ക്രൈറ്റീരിയൻ. യൂസിങ് എ ക്രൈറ്റീരിയൻ ദേ ആർ സിമിലർ ട്രയാങ്കിൾസ് ബട്ട് നോട്ട് കോൺഗ്രുവൻ്റ്. ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If the diagonals of a quadrilateral divide each other proportionally, then it is a. ഇതാണ് ക്വസ്റ്റ്യൻ. then it is a. ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്നത് ഫിഗർ നോക്കാം. ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി ഒ സി. ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി ഒ സി. ഞാൻ റഫായിട്ടൊരു ഫിഗർ വരച്ചു തരാം നിങ്ങൾക്ക്. ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി. If the diagonals of a quadrant divide each other proportionally എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എ ഒ ബൈ ഒ സി പ്രൊപ്പോർഷണലി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്
AO by OC is equal to BO by OD. BO by OD. As per question, AO by OC is equal to BO by OD. That is given. Therefore, angle AOB equal to angle DOC. Because the vertically opposite angles. Vertically opposite angles. Vertically opposite angles. Angle AOB, angle DOC. Okay. Therefore, triangle AOB. Therefore, triangle AOB similar to triangle. Triangle CDO. Reason എന്താ? Reason SAS criterion. SAS criterion അനുസരിച്ചിട്ട് അത് സിമിലർ ആവും. Therefore, angle ABO. Therefore, angle ABO എന്തിനോട് തുല്യമാവും? ഫിഗർ നോക്കൂ. ABO is equal to angle CDO. CDOക്ക് അത് തുല്യമാവും. Therefore, angle ABO equal to angle CDO. These are alternating angles. Therefore, AB parallel to CD. അത് രണ്ടും alternate angles അല്ലേ? AB parallel to CD. AB parallel to CD ആകുമ്പോൾ തീർച്ചയായിട്ടും ABCD എന്ന് പറയുന്ന കോർഡിനേറ്ററിൽ ഒരു ട്രിപ്പീസിയം, കാരണം ഒരു പെയർ ഓപ്പോസിറ്റ് ആംഗിൾസ് പാരലൽ ആയാൽ മതി, അതൊരു ട്രിപ്പീസിയമായിട്ട് മാറും. സോ ഓപ്ഷൻ എന്താണത്? 4 is the answer. It is a ABCD is a trapezium. അപ്പോൾ if the diagonals of a quadrilateral divide each other proportionally, then it is a trapezium. ആ തിയറം ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്, തിയറമായിട്ട് കിടപ്പുണ്ട്. ശരിക്കും ആ സ്റ്റേറ്റ്മെന്റ് കാണാതെ അറിയാമെങ്കിൽ നമുക്ക് ഇത്രയും സ്റ്റെപ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. ഓർത്തിരിക്കാം, ഇഫ് ദ ഡയഗണൽസ് ഓഫ് എ കോർഡിനേറ്റർ, ഏത് കോർഡിനേറ്റർ ആയാലും ഡയഗണൽസ് പ്രൊപ്പോർഷണലി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കോർഡിനേറ്റർ ഒരു ട്രിപ്പീസിയം ആയിരിക്കും. ഓക്കെ, ദിസ് ഇസ് ദി ആൻസർ. ട്രിപ്പീസിയം ആയാലും മതി. ട്രിപ്പീസിയം ആയിക്കഴിഞ്ഞാൽ തന്നെ അത് ഡയഗണൽസ് പ്രൊപ്പോർഷണലി അത് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഇസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In triangle ABC and triangle DEF, AB by DE equal to BC by FD, which of the following makes two triangles similar? That's the question. But given that triangle ABC and triangle DEF, AB by DE equal to BC by, rough ആയിട്ട് figure വരയ്ക്കാം. Triangle ABC, triangle DEF. റഫായിട്ട് വരച്ചാണോ? ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ DEF. ഫിഗറിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ വെറുതെ വരച്ചെന്ന് മാത്രം. ഓക്കെ, ഇനി ഇവിടെ AB by DE ഈസ് ഈക്വൽ ടു BC by FD എന്നാണ് നേരം. BC by FD. ഓക്കെ, therefore the two triangles are similar if one angle of a triangle is equal to one angle of the other triangle and the sides including these angles are proportional. Okay, as per question നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് SAS അപ്ലൈ ചെയ്യാം, SAS ക്രൈറ്റീരിയൻ. അപ്പോൾ AB by DE equal to ഫിഗർ നോക്കൂ, ക്വസ്റ്റ്യൻ നോക്കൂ. AB by DE is equal to BC by DF. റീസൺ എന്താ നോക്കൂ, ആസ് പെർ ക്വസ്റ്റ്യൻ തന്നെ ഒരു ആൻസർ ഉണ്ട്. Therefore, two triangles are similar if one angle of a triangle is equal to one angle of the other triangle and the sides including these angles are proportional. അതാണ് തന്നിരിക്കുന്നത്. So by SAS criterion, AB by DE is equal to BC by DF and angle B equal to angle D. Angle B equal to angle D. Angle B യും ആംഗിൾ ഡിയും ഈക്വൽ ആയിരിക്കും. ആ ഡയറക്റ്റ് തീറമാണ്, ഡയറക്റ്റ് SAS തീറത്തിൻ്റെ ആപ്ലിക്കേഷനാണ് കേട്ടോ, ഒന്നും ചെയ്യാനില്ലത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഗിവൺ ഫിഗർ ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ PQR ആർ സിമിലർ. AC 6 ആണ്, BC 5 ആണ്, QR 3 ആണ്, PR X ആണ്. ദെൻ ദ വാല്യൂ ഓഫ് X is. അപ്പോൾ ABCയും QPR സിമിലർ ആണ്. മാറിപ്പോയി കേട്ടോ, ABCയും QPR ഫിഗർ അവിടെ ഉണ്ട്. അപ്പോൾ AB by QP ഒന്ന് പറഞ്ഞേ, സൈഡ്സ് മാറിപ്പോവല്ലേ.
AB by QP is equal to BC by PR. BC by PR equal to AC by QR. AC by QR. മാറിപ്പോരുത്, ട്രയാങ്കിൾ തലതിരിച്ചേക്കണം തന്നേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ 5 by x is equal to 6 by 3 equal to AC അല്ലേ, 6 by 3. ഇവിടെ നമുക്ക് x കണ്ടുപിടിക്കാമല്ലോ. x equal to 5 into 3 by 6. 5 into 3 by 6, that is equal to 2.5 is the answer. 2.5 centimeter is the answer. 2.5 centimeter is the answer. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ച്. എ വെർട്ടിക്കൽ പോൾ ഓഫ് ലെങ്ത് 19 centimeter കാസ്റ്റ് എ ഷാഡോ 57 meter long on the ground. At the same time, tower cast a shadow 51 meter long, then the height of the tower is. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ടവർ ഉണ്ട്, എ ബി ബി സി, ഇങ്ങനെ ഒരു ടവർ ഉണ്ട്. ഇത് 19 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്, 19 മീറ്റർ. അതിൻ്റെ ഷാഡോ 57 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. മറ്റൊന്ന് വേറൊരെണ്ണം കൂടിയുണ്ട്, മറ്റൊന്ന് കൂടിയുണ്ട്. ദാറ്റ് ഈസ് പി ക്യു ആർ ആണെന്ന് വിചാരിക്കാം. പി ക്യു ആർ എച്ച് ആണ് തന്നിരിക്കുന്നത്, 51 മീറ്റർ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. ഓക്കെ, ഇവിടെ ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും സിമിലർ ആണ്. എ ബി ബി ദ പോൾ, പി ക്യു ബി ദ ടവർ, ഹൈറ്റ് ഓഫ് ദ ടവർ ബി എച്ച് അടുത്തതിൻ്റെ. എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ ആണ്. അപ്പോൾ എ ബി ബൈ പി ക്യു, എ ബി ബൈ പി ക്യു, എ ബി ബൈ പി ക്യു ഇസ് ഈക്വൽ ടു ബി സി ബൈ ക്യു ആർ. ബി സി ബൈ ക്യു ആർ. എ ബി എത്രയാണ്? This implies 19 by PQ. H is equal to BC 57 by QR. 51. എന്ത് വരും? അപ്പോൾ H is equal to 19 into 51 by 57. H is equal to. So this is the answer. Simplify this, you will get the answer 17. So this is 3 times. Again, this is 17 times. 17 meters. 17 meters is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടെക്സ്റ്റ് ബുക്കിലേക്കുള്ള സംഭവം തന്നെയാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ്. എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി ആണ് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ ഫണ്ടമെൻ്റലായിട്ട് പഠിക്കേണ്ടതാണ്. ഇതിൻ്റെ ആൻസർ ഇതാണ്, ഓർത്തിരിക്കേണ്ടതാണ്. എ ബി സി ആൻഡ് എ സി ബി ആർ കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ. എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി ആണെങ്കിൽ പ്രൂഫൊക്കെ ഒരുപാട് ടൈം ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അത്. ബി ഡി ഇൻറ്റു സി ഡി, ബി ഡി ഇൻറ്റു സി ഡി ഈക്വൽ ടു എ ഡി സ്ക്വയർ. അതൊരു തിയറമാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ്. നിങ്ങൾക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ, കണ്ടുപിടിക്കാവുന്ന ടെക്സ്റ്റ് ബുക്കിലെ തിയറം തന്നെയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് വെറുതെ ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ദ ഗിവൺ ഫിഗർ എക്സ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് എ ബി സി ഈസ്. അപ്പോൾ ഇവിടെ കൺസിഡർ ട്രയാങ്കിൾ ആർ എസ് ടി, കൺസിഡർ ട്രയാങ്കിൾ ആർ എസ് ടി. എവിടെ ആർ എസ് ടി? കൺസിഡർ ട്രയാങ്കിൾ ആർ എസ് ടി ആൻഡ്
ആർ എസ് ടി ആൻഡ് പിന്നുള്ളത് ആർ പി ക്യു. ആർ പി ക്യു ട്രയാങ്കിൾ, ഇത് രണ്ടും കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ആർ എസ് ടി ആൻഡ് ട്രയാങ്കിൾ ആർ പി ക്യു. ഇവിടെ ഏത് ആംഗിളാണ് കോമൺ? ആംഗിൾ ആർ ഈക്വൽ ടു ആംഗിൾ ആർ കോമൺ, അത് കോമൺ ആണ്. അതേപോലെ ഒരു ആംഗിൾ കൂടി 247 ഡിഗ്രി അല്ലേ, ആംഗിൾ ആർ ടി എസ്. ആംഗിൾ ആർ ടി എസ് ഈക്വൽ ടു ആംഗിൾ പി ക്യു ആർ ഈക്വൽ ടു 47 ഡിഗ്രി. അത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതാണ്. അപ്പോൾ രണ്ട് ആംഗിൾ ഈക്വലായി. അപ്പോൾ എ സിമിലാരിറ്റി ആണ്. അപ്പോൾ ആ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണ് ബൈ എ സിമിലാരിറ്റി. എ സിമിലാരിറ്റി എന്താ പറയുന്നത്? രണ്ട് ആംഗിൾസ് ഈക്വൽ ആയാൽ മതി, ട്രയാങ്കിൾ പ്രൊപ്പോർഷണൽ ആയിരിക്കും, സിമിലർ ആയിരിക്കും. അപ്പോൾ എസ് ടി ബൈ പി ക്യു ഈക്വൽ ടു എസ് ടി ബൈ പി ക്യു ഈക്വൽ ടു എന്ത് വരും? എസ് ടി ബൈ, ഫ്രം ദ ഫിഗർ ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് എസ് ടി ബൈ പി ക്യു ആർ ടി ബൈ ആർ ക്യു. ആർ ടി ബൈ ആർ ക്യു. എസ് ടി എത്രയാണ്? എക്സ് ആണ്. ബൈ പി ക്യു എ ആണ്. ആർ ടി സി ആണ്. ആർ ക്യു ആർ ടി പ്ലസ് ആർ ക്യു ആണ്, അത് ബി പ്ലസ് എന്ന് വരും. ഇവിടെ നിന്നാണ് എസ് ടി എക്സ് അല്ലേ, എസ് ടി എക്സ് ആണ്. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ക്ലോസ് ചെയ്യാം, എ സി ബൈ ബി പ്ലസ്. എക്സ് ഈസ് ഈക്വൽ ടു എ സി ബൈ ബി പ്ലസ്. എക്സ് ഈസ് ഈക്വൽ ടു എ സി ബൈ ബി പ്ലസ്. ദിസ് ഇസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ട്രയാങ്കിൾ എ ബി സി ഡി ഇ പാരലൽ ടു എ ബി ആണ്, എ ബി എ ആണ്, ഡി എക്സ് ആണ്, ബി ബി ആണ്, ഇ സി സി ആണ്, എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് എ ബി ആൻഡ് സി. ഇതും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഹിയർ എ ബി ഈസ് ഈക്വൽ ടു എ, ഫിഗർ നോക്കൂ, എ ബി ഈസ് ഈക്വൽ ടു എ, ഡി ഈക്വൽ ടു എക്സ്, ബി ഈക്വൽ ടു ബി, ഇ സി ഈക്വൽ ടു സി. ബൈ തെയിൽസ് തിയറം ഡി ഇ ബൈ എ ബി എന്ന ഫിഗറിൽ ഡി ഇ ബൈ എ ബി ബൈ basic proportionality theorem or Thales theorem, DE by AB equal to EC by BC. EC by BC. DE. DE ഇത് X മാർക്ക് ചെയ്യാം. ഇത് X ആണല്ലോ. DE. AB ഇത് A ആണ്. BE ഇത് B ആണ്. EC ഇത് C ആണ്. അപ്പോ ഡി ഇതാണ് എക്സ് ആണ്, ബൈ എ ബി എ ആണ്, ഈക്വൽ ടു ഇ സി. ഇ സി എവിടെ? ഇ സി സി ആണ്. ബി സി ബി പ്ലസ് സി ആണ്. എക്സ് ഈസ് ഈക്വൽ ടു എ സി ബൈ ബി പ്ലസ്. എ സി ബൈ ബി പ്ലസ് ഈസ് ദി ആൻസർ. എ സി ബൈ ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Triangle PQR is shown below. ST is drawn such that PRQ, angle PRQ equal to angle STQ ആണ്. If ST divides QR in the ratio 2:3, then what is the length of ST? Consider triangle PQR and XQT. Triangle PQR and triangle SQT. Consider triangle figure നോക്കാം. Consider triangle PQR and SQT. Angle PQR equal to angle SQT. കോമൺ ആംഗിൾ ആണ്. രണ്ട് ക്യൂ അല്ലേ, കോമൺ. പിന്നെന്താ ഫിഗറിൽ നമുക്ക് കിട്ടുന്നത്? ആംഗിൾ QRP given that angle QRP equal to angle എന്തിനുള്ള തുല്യമായിരിക്കുന്നത്? ആംഗിൾ QTS. ആംഗിൾ QTS that is given. അത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എ സിമിലാരിറ്റി ഉപയോഗിക്കാം. യൂസിങ് എ സിമിലാരിറ്റി, ട്രയാങ്കിൾ പി ക്യു ആർ സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ സിമിലർ ടു ട്രയാങ്കിൾ SQT. എ ക്രൈറ്റീരിയൻ, എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ.
Therefore, ST by PR is equal to, therefore ST by PR എന്തിനോട് ഈക്വൽ ആവും? ഫിഗർ നോക്കൂ, ST by PR equal to QT by QR, QT by QR, QT by QR. അപ്പോൾ ST by 20 അല്ലെ, PR ഒക്കെ തന്നിട്ടുണ്ട്, ഫിഗറിലുണ്ട്, PR 20 ഫിഗറിലുണ്ട്, ഈക്വൽ ടു 2 by QR 2+3 വരും. 2:3 അല്ലേ, 2 by QR 2+3 എന്ന് വരും. ദാറ്റ് ഈസ് ST is equal to, ക്രോസ് ചെയ്യുമ്പോൾ 2 into 20 by 2+3 5 വരും. ദാറ്റ് ഈസ് 8 centimeter is the answer. 8 is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Two scalar triangles are given below. Anas and Rishi observed them and said the following. Anas, triangle PQR is similar to triangle CBA. Rishi, PQR congruent to CBA. Which of them are correct? Okay, let's go. In triangle PQR and triangle CBA, okay, as per question, angle QRP equal to angle BSC. ശരിയല്ലേ? Angle QRP equal to angle BSC, that is given. Angle RPQ equal to angle ACB, that is also given. So by AA criterion, triangle PQR and triangle CBA, triangle PQR and triangle CBA are similar. രണ്ട് സിമിലർ ആണ്, അത് തന്നിട്ടുണ്ട്. കാരണം എന്താ? ആംഗിൾ QRP ആംഗിൾ BAC ഈക്വൽ ആണ്, ആംഗിൾ RPQ ആംഗിൾ ACB തുല്യമാണ്. ആ ഫിഗറിൽ നിന്ന് അത് വ്യക്തമാണ്. Therefore, by AA criterion, similarity criterion, triangle PQR similar to triangle CBA. അങ്ങനെയാണെങ്കിൽ triangle PQR similar to triangle PQR not congruent to, കാരണം PR not equal to C ആണ്. PR not equal to, PR CAയും ഈക്വൽ അല്ല, PR CAയും ഈക്വൽ അല്ല. അപ്പോൾ നമുക്ക് are not congruent. Similar ആണ്, but not congruent. So option A is the answer. Only Anas പറയുന്നത് മാത്രമേ കറക്റ്റ് ഉള്ളൂ. Option 1 is the answer. Similar ആണ്, congruent അല്ല. വ്യക്തമാണല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Triangle ABC similar to triangle PQR if AM and PN are altitudes of triangle ABC and triangle PQR respectively, and AB square is to PQ square, that is 4:9, then AM is to PN. അപ്പോൾ AB square by PQ square, AB square by PQ square എന്ന് പറഞ്ഞാൽ 4 square by 9 square ആണ്. അത് 4/9 ആണ്, സോറി 4/9 ആണ് കേട്ടോ, 4/9 ആണ്. ദാറ്റ് ഈസ് ഗിവൺ ആസ് 4/9. അപ്പോൾ AB by PQ എന്താ? AB by PQ റൂട്ട് എടുത്താൽ പോലെ 2/3 ആണ്, 2/3 ആണ്. So the answer is 2:3. 2:3 is the answer. 2:3 is the answer. എൻ്റെ ഫിഗർ വേണമെങ്കിലും തരാം. ഒരു ട്രയാങ്കിൾ ABC ആണ്, ABC ട്രയാങ്കിൾ ആണ്. ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് ഇത് M ആണെന്ന് വിചാരിക്കാം. പിന്നെ മറ്റൊരു ട്രയാങ്കിൾ PQR ആണ്. ദിസ് ഇസ് ദ ഓൾട്ടിറ്റ്യൂഡ്, അത് N ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു കണ്ടീഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ AB by PQ ഈസ് ഈക്വൽ ടു AB by PQ ഈസ് ഈക്വൽ ടു BC by QR. AB by PQ ഈക്വൽ ടു, ഫിഗർ നോക്കൂ, BC by QR
BC by QR equal to AC by PR. AC by PR equal to AM by PN. ഇതാണ് കണ്ടീഷൻ. AM by PN. ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ സൈഡ്സ് എല്ലാം പ്രൊപ്പോർഷണൽ ആയിരിക്കും, ഓൾട്ടിറ്റ്യൂഡും പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഇവിടെ നിന്നാണ് നമുക്കത് കിട്ടുക. AB by PQ എന്ന് പറയുമ്പോൾ 2/3. ഓക്കെ, ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ട്രയാങ്കിൾസിൽ നിന്ന് ഇതിനപ്പുറം വേറെ വൺ വേർഡ്സ് ചോദിക്കാനില്ല. നമ്മൾ വളരെ നന്നായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ നല്ലപോലെ ചെയ്ത് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും, ഒരു സംശയവുമില്ല. ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്. ഒരു 90% ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കിയുള്ളത് സെയിം കോൺസെപ്റ്റ് തന്നെയായിരിക്കും. ഒരു എക്സാക്ട് ക്വസ്റ്റ്യൻസ് തന്നെ ഒരു 70% ഒക്കെ ചോദിക്കാറുണ്ട്. അതായത് ഫിഗർ പോലും വ്യത്യാസമില്ലാതെ. പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി, അതായത് 8ൻ്റെ സ്ഥാനത്ത് ചിലപ്പോൾ 16 ആയിരിക്കാം, 3യുടെ സ്ഥാനത്ത് ചിലപ്പോൾ 9 ആയിരിക്കാം. അങ്ങനത്തെ ചെറിയ ചേഞ്ചസ് ഒക്കെ നടത്തി സെയിം കോൺസെപ്റ്റോടുകൂടി റിപ്പീറ്റേഷൻ വരാറുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, തീർച്ചയായിട്ടും കിട്ടും. ഇത്തിരി ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണിത്, പക്ഷെ എന്നാലും ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. ഓക്കെ, താങ്ക് യു.